ഹായ് ഹലോ, സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. അപ്പൊ കുറെ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നേ. അപ്പോ നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും ഇച്ചാപ്പീസ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനല്. അപ്പൊ ആ കുട്ടിയുടെ എനിക്ക് തോന്നുന്നു ഒരു 2019-20 തുടങ്ങി ഞാൻ യൂട്യൂബിലെ ആ വീഡിയോസ് എല്ലാം ഞാൻ കാണുന്ന ഒരാളാണ്. എല്ലാവരും കാണുന്നുണ്ടാവും. ഇപ്പോ കുട്ടിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കണ ഒരു മൊമെന്റ് വരെ എത്തിയിട്ടുണ്ട്. ഈ യൂട്യൂബ് ജേണി കൂടെയാണ് നമ്മളെല്ലാം ആ ഒരു വിശേഷങ്ങളെല്ലാം നമ്മൾ കണ്ടേക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് വീഡിയോസ്, അതായത് ഈ കല്യാണം പ്രമാണിച്ചിട്ടുള്ള പുള്ളിക്കാരിയുടെ കല്യാണം പ്രമാണിച്ചിട്ട് കുറെ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ കുറെയൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു, കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഞാൻ എല്ലാവരും ഇങ്ങനെ കണ്ടത്. അപ്പൊ അതിൽ കുറെ കമന്റ്സ് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിനെ ചൊല്ലിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാലോ എന്ന് ഓർത്തെ, ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. അപ്പൊ കുറെ കമന്റ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കര ഓവറാണ് ആള്, ഭയങ്കര ഓവറാണ്, കല്യാണമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഓവറാണ്, കല്യാണം കഴിഞ്ഞപ്പോൾ ഭയങ്കര ഓവറാണ്. കഴിഞ്ഞ ദിവസം തന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിലും ഭയങ്കര ഓവറായിട്ടൊക്കെ കുറെ. എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ ഇങ്ങനെ ഓവറാണെന്ന് പറയണേന്ന് അറിയില്ല കേട്ടോ. അപ്പോ എനിക്ക് തോന്നി കുറെ ഇങ്ങനെ കമന്റ്സ്, നല്ല പോസിറ്റീവ് കമന്റ്സും ഉണ്ട്, അല്ലാതെ നെഗറ്റീവ് കമന്റ്സും ഉണ്ട്. അപ്പൊ നെഗറ്റീവ് കമന്റ്സ് ഇട്ടവർക്കാണ് കേട്ടോ ഞാനൊരു റിപ്ലൈ ആയിട്ട് ഇത് പറയുന്നത്. വേറൊന്നുമല്ല, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ആ കുട്ടിയുടെ ലൈഫിൽ നടന്നുകൊണ്ടിരുന്നതൊക്കെ. കാരണം പുള്ളിക്കാരി തന്നെ അതില് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എല്ലാം നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോ എന്താ പറയാ, അത്രയും ഹാപ്പി ആയിട്ടാണ് പുള്ളിക്കാരി ഇരിക്കുന്നത്. അപ്പൊ കുറച്ച് കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ ഞാൻ ഈ വീഡിയോന്റെ ഇടയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പൊ ഇതുപോലുള്ള കുറച്ച് കമന്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നി കേട്ടോ. അപ്പൊ അതിന്റെ പേരിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാലോ എന്ന് വിചാരിച്ചേ. കാരണം ആളുടെ കമന്റ് ബോക്സിൽ പോയിട്ട് നമ്മൾ റിപ്ലൈ ചെയ്തതിനെക്കാട്ടി ഭേദം നമുക്ക് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഇടാലോ. നമുക്കിപ്പോ ഒരു യൂട്യൂബ് ചാനൽ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അല്ലാതെ സോഷ്യൽ മീഡിയാസ് ഒക്കെ നമുക്കിപ്പോ ഒരു ലൈവ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ടാലും കുറച്ച് ആൾക്കാരൊക്കെ കാണും. എങ്കിൽ ഇരുന്നാൽ കൂടി എനിക്ക് പറയണം എന്ന് തോന്നിയ കാര്യം കേട്ടോ ഞാൻ ഈ വീഡിയോ കൂടെ പറയാൻ പോകുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മളും ഇതുപോലെയൊക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ഇപ്പോ ഇച്ചാപ്പിക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം ആളി യൂട്യൂബിൽ കൂടെ, അതായത് ആ ഒരു കുഞ്ഞു ഓലപ്പെരയായിരുന്നല്ലോ അവർക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ആ വീട് തന്നെ കാണാൻ നമുക്ക് ഭയങ്കര, എന്താ പറയാ, നല്ല ഭംഗിയാണ്. ചെറിയ വീടായിരുന്നെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. എന്ത് ഭംഗിയായിട്ടാണ് അവർ ആ ചെടികളും എല്ലാം കാര്യം ആയിക്കോട്ടെ എല്ലാം വെച്ച് പിടിപ്പിച്ച് എന്ത് നീറ്റായിട്ടാണ് അത് കൊണ്ടു നടന്നത്. അപ്പോ അതിൽ നിന്ന് തുടങ്ങിയ ഇച്ചാപ്പി ഒരു അണ്ണാറക്കണ്ണൻ, ഒരു കുഞ്ഞു അണ്ണാൻകുഞ്ഞിന്റെ പിന്നാലെ നടന്ന ഇച്ചാപ്പി ഇപ്പോ എന്താ പറയാ, കല്യാണം ആയി, നല്ലൊരു എന്താ പറയാ ഒരു പാർട്ട്ണറിനെ കിട്ടി. നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു പാർട്ട്ണർ ആണല്ലോ നമുക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാള്. നമ്മുടെ ഒരു ഫ്രണ്ട് ആയിക്കോട്ടെ, ഫ്രണ്ട് ബിക്കം ഒരു പാർട്ട്ണർ ആവാൻ പറ്റിയതിലും, അതുപോലെ തന്നെ ഇപ്പൊ ഒരു മദർ ഇൻ ലോ, നമ്മുടെ വീട് പോലെ തന്നെ നമ്മൾ കയറി ചെല്ലുന്ന വീട്ടിലും അതേപടി തന്നെ നമുക്ക് എന്താ പറയാ പെരുമാറാനാണെങ്കിലും ഒക്കെ നമ്മൾ അങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറയുന്ന ഒരു അമ്മായിയമ്മ എന്നതിനേക്കാൾ ഉപരി ഒരു അമ്മയെ പോലെ തന്നെ കിട്ടിയ ഇച്ചാപ്പീനെ വെച്ച് നോക്കുമ്പോ പുള്ളിക്കാരി ആ വീഡിയോ കൂടെ തന്നെ എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത് ആളുടെ ഹാപ്പിനെസ് ആണ്. ആ ചിരി നമുക്ക് ചിലവർക്ക് അതൊരു അരോചകമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ എങ്കിൽ കൂടെ നമ്മളത് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതിന്റെ അപ്പുറത്ത് നിന്ന് പോസിറ്റീവായിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എല്ലാവർക്കും അത് നമുക്കൊരു ചിരിയായിട്ട് തന്നെ, നമ്മുടെ മുഖത്തൊരു ചിരിയായിട്ട് തന്നെ അത് പ്രതിഫലിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. കാരണം നമ്മൾ കല്യാണം കഴിച്ച് ഇപ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ വീട്ടില് നമ്മുടെ അമ്മയുടെ അടുത്ത് പെരുമാറുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് നമ്മൾ ചെയ്യുന്ന കാര്യം അത് തന്നെ നമുക്ക് വേറൊരു വീട്ടിലും പോയി ചെയ്യാം. ആരുടെ ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും അങ്ങനെയൊക്കെ അതൊരു ബ്ലെസ്സിങ് ആണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് അങ്ങനെയൊക്കെ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ കുറെ പേരുടെ പോസിറ്റീവ് കമന്റ്സ് ഉണ്ട്. കാരണം എന്താ,
അത്രയും കഷ്ടപ്പെട്ട് വളർന്ന ഒരു കുട്ടിയാണ്. അപ്പോ അവളുടെ ആ ഒരു സങ്കടത്തിനും വിഷമത്തിനും എല്ലാത്തിനും ദൈവം ഇപ്പൊ ഒരു സന്തോഷം എന്നുള്ളൊരു രീതിക്കാണ് ഈ ഒരു കല്യാണമായിട്ട് ദൈവം ഒരു പാർട്ട്ണറിനെയും അതുപോലെ തന്നെ വേറൊരു ഫാമിലിയിലോട്ട്, നല്ലൊരു ഫാമിലിയിലോട്ട് കടന്നു ചെല്ലാൻ പറ്റിയതും. റിയാക്ഷൻ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല, ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരോടാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ചിലപ്പോൾ ചിരി, ആ കുട്ടിയുടെ ചിരി നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വീഡിയോന്റെ ഇടയിൽ കൂടെ ആളിങ്ങനെ ചിരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവാം. എങ്കിലിരുന്നാൽ കൂടി മറ്റുള്ളവരുടെ ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സങ്കടം, ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മളും ചിലപ്പോൾ ഇരുന്ന് കരഞ്ഞു പോകാറില്ലേ. അപ്പൊ നമ്മൾ ഒന്നും പറയുന്നില്ലല്ലോ, അതൊരു നെഗറ്റീവായിട്ട് നമ്മൾ ആരും അത് എടുക്കാറില്ല. നമ്മൾ വേറൊരാളുടെ വീഡിയോയിൽ ചിരിക്കുന്ന കാണുമ്പോൾ അതൊരു അസൂയ ഉണ്ടായിട്ടാണോ അങ്ങനെ നമ്മൾ കുറ്റം പറയുന്നതെന്ന് അറിയത്തില്ല. എങ്കിലും അത് ഓരോരുത്തരുടെ ഫീലിങ്സ് അല്ലേ അത്. ആ ഒരു ഫീലിങ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക ഫസ്റ്റ് തന്നെ. അതുപോലെ തന്നെ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ടിട്ടാണല്ലോ നമുക്ക് ഓരോരുത്തരുടെ ലൈഫ്, അവരുടെ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നു, അവർക്ക് കിട്ടിയ നേട്ടങ്ങളാവട്ടെ നഷ്ടങ്ങളാവട്ടെ എല്ലാം നമുക്ക് അവര് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ അതുവഴിയാണ് നമ്മൾ ഇതെല്ലാം കാണുന്നത്. അപ്പോ ഇച്ചാപ്പിനെ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലും രീതിയിലൊക്കെ ആവാൻ പറ്റും. അതായത് എന്താ പറയാ, ഇപ്പൊ യൂട്യൂബ് നമ്മളിപ്പോ മുന്നോട്ട് പോകുന്നവരൊക്കെ ആയിരിക്കും, എല്ലാവർക്കും ചാനലുണ്ട്, ചാനലില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. നമ്മൾ അതിൽ നിന്നൊക്കെ ചില സമയങ്ങളിൽ നമുക്ക് ബ്രേക്ക് എടുക്കേണ്ടി വരാം. എങ്കിലിരുന്നാൽ കൂടെ നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോമില് നമ്മളൊരു ഐക്കോണിക് പേഴ്സൺ ആയിട്ട് മാറാൻ ഇച്ചാബിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കും അതുപോലെ തന്നെ പറ്റും. അപ്പോ എല്ലാവരും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ അസൂയപ്പെടുകയല്ല വേണ്ടത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, അവരെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ വീഡിയോസ് ഒക്കെ കാണാൻ ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് അവരുടെ നല്ല കാര്യങ്ങൾ അവര് ഷെയർ ചെയ്യുമ്പോൾ നമ്മളും അവരെ ഒന്ന് പോസിറ്റീവായിട്ട് തന്നെ കാണാൻ നോക്കുക. അതുപോലെ തന്നെ എല്ലാവരും ഫീലിങ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക. അതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോ കൂടെ പറയാനുള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ എനിക്ക് ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോ കൂടെ പറയാനായിട്ടുള്ളൂ. എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഇതിൽ കൂടെ ഷെയർ ചെയ്തേക്കുന്നത് കേട്ടോ. പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കാം. ഈ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പലരും പല അഭിപ്രായങ്ങൾ പറയും. ഇപ്പൊ ഈ വീഡിയോന്റെ താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വിലയിരുത്താം. അപ്പോ നിങ്ങൾക്ക് പറയാനുള്ള കമന്റ്സും നമ്മുടെ ഈ വീഡിയോ കൂടെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാട്ടോ. അപ്പൊ എനിക്കും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയാലോ. അപ്പൊ ഇച്ചാപ്പിക്കും അപ്പൂസിനും ഈ എന്റെ വിവാഹ മംഗളാശംസകൾ ഞാൻ ഈ വീഡിയോ കൂടെ തന്നെ അറിയിക്കുവാണ്, ഇച്ചാപ്പി കാണുവാണെങ്കിൽ. അപ്പോ എന്താ പറയാ, ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകട്ടെ. അപ്പൂസിന്റെ ഫാമിലിയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ പോകട്ടെ. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വിലയിരുത്തുക. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.